ഹായ് ഫ്രണ്ട്സ്, നമുക്കപ്പോൾ മീഷോയിൽ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോണിൽ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ അക്കൗണ്ട്സിൽ സപ്ലയർ ഹബ്ബ് പ്രൊസീഡ് കൊടുക്കുക. അതിന് ശേഷം താഴെ ഓർഡേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ആ ഓർഡേഴ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മുടെ ഓർഡേഴ്സ് റെഡി ടു ഷിപ്പ് എന്നുള്ള ആ ഒരു ഭാഗത്താണ് നമ്മൾ ഓർഡേഴ്സ് വരിക. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ലേബൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മീഷോയിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെത് ഇതുവരെ നമുക്ക് ലേബൽ കിട്ടിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തേതാണ് നമുക്ക് ലേബൽ ഡൗൺലോഡ് ചെയ്യാൻ. രണ്ടാമതൊരു ഓർഡർ കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ഓർഡർ. അതിൽ നമുക്ക് ലേബൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വന്ന ഓർഡർ. 2 ഉണ്ടായിരുന്നു, പക്ഷേ മറ്റേത് നമുക്ക് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി മീഷോ നമ്മളെ അറിയിക്കും. അങ്ങനെയാണ് അതിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഈ ലേബൽ ഡൗൺലോഡ് കാണിക്കുന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലേബൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലേബൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. അതിനായിട്ട് നമുക്ക് ഈ ലേബൽ എന്ന് കാണിക്കുന്ന ആ ഒരു ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഡൗൺലോഡ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മൈ ഫയൽസിൽ, ഫോണിൽ മൈ ഫയൽസിൽ പോയി നോക്കിയാൽ അവിടെ നമുക്ക് ഡൗൺലോഡ്സിൽ ആ ലേബൽ വന്നിട്ടുണ്ടായിരിക്കും. ഇതപ്പോൾ ഇവിടെ ഡൗൺലോഡ്സിൽ ഓപ്പൺ ചെയ്താൽ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ഓർഡറിൻ്റെ ലേബൽ. ഇതിന് നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണ് വേണ്ടത്. പ്രിൻ്റ് എടുത്ത ശേഷം നമ്മൾ ഓർഡർ പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർഡർ കിട്ടാതെ ഓർഡർ വരില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ഷമിക്കുക. അപ്പോൾ ഓർഡർ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.